നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജ് വിജയിക്കുമെന്ന പ്രവചനവുമായി BJP വക്താവ് ഷാബു പ്രസാദ്. 2026 തിരഞ്ഞെടുപ്പോടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന UDFന്റെ ശവമടക്കിന്റെ ഒരുക്കമാണ് നിലമ്പൂർ എന്നും ഷാബു പറഞ്ഞു. സ്വരാജ് 10 മാസം മന്ത്രിയായിരിക്കുമെന്നും ഷാബു പ്രവചിക്കുന്നു. ഫേസ്ബുക്കിൽ ഷാബു പങ്കിട്ട കുറിപ്പ് ഇങ്ങനെ: നിലമ്പൂരിൽ സ്വരാജ് ജയിക്കും, അടുത്ത 10 മാസം അയാൾ മന്ത്രിയുമാകും. നിലമ്പൂർ CPMന്റെ ഉരുക്ക് കോട്ടയാകും. കാലാകാലങ്ങളായി കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്ത്യാനികളിലെ വലിയൊരു വിഭാഗം BJPക്ക് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ വിട്ടുനിൽക്കും. 2026 തിരഞ്ഞെടുപ്പോടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന UDFന്റെ ശവമടക്കിന്റെ ഒരുക്കമാണ് നിലമ്പൂർ. മൂന്നാമൂഴത്തിലൂടെ CPMന്റെയും. വാര്യരെ എങ്ങും പോകല്ലേ, കോൺഗ്രസുകാരെ പറ്റിച്ച് മേടിച്ച കാശും ഗൾഫിൽ നിന്ന് കിട്ടിയ ഐഫോണുകൾ വിറ്റ കാശുമൊക്കെ സൂക്ഷിച്ചു വെച്ചോ, അടുത്ത ഇലക്ഷനിൽ എടുത്ത് വീശാനുള്ളതാ. എന്നിട്ട് 8 നിലയിൽ പൊട്ടി പണ്ടാരമടങ്ങിയിട്ട് വേണം അച്ഛനുണ്ടാക്കിയ റബ്ബർ തോട്ടത്തിലെ റബ്ബർ വെട്ടി സുഖമായിട്ടൊന്ന് ജീവിക്കാൻ. ലേ അൻവർ, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ, ഷാബു പോസ്റ്റിൽ പറഞ്ഞു. അതിനിടെ നിലമ്പൂരിലെ ഇടത് വലത് മുന്നണികൾക്കെതിരെ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. നിലമ്പൂരിലെ ജനങ്ങൾക്കായി കേരളത്തിലെ ഇരു മുന്നണികളും ഒന്നും ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. വന്യമൃഗശല്യവും അടിസ്ഥാന സൗകര്യ വികസനവും മലയോര കർഷകരുടെ പ്രശ്നങ്ങളും ഉൾപ്പെടെ ജനങ്ങളുടെ ഒരാവശ്യങ്ങൾക്കും അവർ പരിഹാരം കണ്ടിട്ടില്ല. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വിഡ്ഢികളാക്കുകയും അഴിമതി തുടരുകയും മാത്രമാണ് അവർ ചെയ്തത്. പ്രീണനത്തിന്റെയും അവസരവാദത്തിന്റെയും ഈ രാഷ്ട്രീയത്തിന് അവസാനമിടുകയാണ് NDAയുടെ ലക്ഷ്യം.